ആരാകും മുഖ്യമന്ത്രി? കേന്ദ്ര നിരീക്ഷകർ ഇന്ന് രാത്രി തലസ്ഥാനത്ത്. MLA-മാരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് ചോദിച്ചറിയും. നാളെ നിയമസഭാ കക്ഷി യോഗം പിന്മാറാതെ ചെന്നിത്തലയും സതീശനും വേണുഗോപാലും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മൗനം തുടർന്ന മുഖ്യമന്ത്രി. കനത്ത തിരിച്ചടി പരിശോധിക്കാൻ CPM-CPI നേതൃയോഗങ്ങൾ ചേരുന്നു. പാർട്ടി സെക്രട്ടറിമാരെ ഒഴിവാക്കണമെന്ന ഇരു പാർട്ടികളിലും ആവശ്യം ശക്തം. കായംകുളത്തെ തോൽവിയെ ചൊല്ലി ആലപ്പുഴ CPM-ൽ കലാപം. കോടിയേരിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദൻ. ഭാര്യയ്ക്കൊപ്പം കോടിയേരിയുടെ കുടുംബവുമായും കൂടിക്കാഴ്ച. വീട്ടിൽ വരുന്നവരെ വർഗവഞ്ചകരെന്ന് വിളിക്കില്ലെന്ന് കോടിയേരിയുടെ ഭാര്യ വിനോദിനി. താൻ ആരുടെയും അടിമയല്ലെന്നും പ്രതികരണം. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടികൾക്ക് പിന്നാലെ ചർച്ചയായി TK ഗോവിന്ദന്റെ സന്ദർശനം. തമിഴ്നാട്ടിൽ TVK സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. വിജയ്ക്കൊപ്പം 9 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യും. ഉപാധികളോടെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ്. ബംഗാളിൽ ദീദി നാടകം തുടരുന്നു. രാജിയില്ലെന്ന നിലപാടിൽ ഉറച്ചു മമത. സത്യപ്രതിജ്ഞയുമായി മുന്നോട്ടു പോകാൻ BJP. ചരിത്ര വിജയത്തിൽ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തല യോഗ്യനെന്ന് സുകുമാരൻ നായർ. താക്കോൽ സ്ഥാനം പോലെയുള്ള പ്രസ്താവനകൾ ഉണ്ടാകില്ലെന്നും NSS ജനറൽ സെക്രട്ടറി. സതീശൻ മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കുഞ്ഞാലിക്കുട്ടി മിതവാദിയെന്നും തിരുത്തൽ. ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ആ 100 കുറച്ചോ 98 കിട്ടുമെങ്കിൽ ഇല്ല എങ്കിൽ VD സതീശൻ ഇന്ന് അദ്ദേഹത്തിന്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ സതീശൻ തയ്യാറാണോ? സ്വന്തം നിലപാടിൽ മലക്കം മറിഞ്ഞ വെള്ളാപ്പള്ളി. UDF 100 അടിച്ചപ്പോൾ നിലപാട് മാറ്റം. 100 സീറ്റ് കിട്ടിയാൽ SNDP രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പദം പറഞ്ഞാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇറാനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് അമേരിക്ക. ഹോർമുസ് പൂർണ്ണമായി തുറക്കാനുള്ള നടപടികൾ തുടരും. ഇറാനെതിരായിട്ടുള്ള നാവിക ഉപരോധത്തിൽ മാറ്റമില്ല. പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ്. US-ന്റെ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായി. സിഗ്നലുകൾ നഷ്ടമായത് ഖത്തറിന് മുകളിൽ വെച്ച്. അപായ സൂചന മുഴക്കിയിരുന്നുവെന്ന് US. ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ പുറപ്പെട്ടത് UAE-യിലെ അൽ ദഫ്ര വ്യോമതാവളത്തിൽ നിന്ന്. സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നു. പാചകവാതക വിലവർധനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം. പരിഹാരമില്ലെങ്കിൽ അനിശ്ചിതകാല സമരം. ഓൺലൈൻ ഭക്ഷണ വിതരണവും മുടങ്ങി.